നമ്മൾ കാണാൻ പോകുന്നത് കാഴ്ച ബംഗ്ലാവാണ്. കാഴ്ച ബംഗ്ലാവ് എന്ന് പറയണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നാവ് വഴങ്ങേണ്ടതുണ്ട് എന്നെനിക്ക് ഇത് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അവിടെ വലിയൊരു പ്ലാവ് നിൽക്കുന്നതും അവിടെ ചക്കകൾ ഇങ്ങനെ കുനുകുന ആയിട്ട് ഉണ്ടായി വരുന്നതും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പിന്നീട് കണ്ടത് ഞാനൊരു തത്തയായിരുന്നു. പച്ചക്കനന്തത്തെ പുന്നാരപ്പൂമുത്തെ എന്ന ഗാനം എനിക്ക് ഓർമ്മ വന്നു. ഒരു അണ്ണാറക്കണ്ണൻ തത്തയുടെ തീറ്റ പുറമെ നിന്നും എടുത്തു കൊണ്ടുപോകുന്നതും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പിന്നെ അവർക്കും ജീവിക്കണ്ടേ എന്ന് കരുതി ഞാൻ അവരെ ഒന്നും ചെയ്തില്ല. വീണ്ടും യാത്ര തുടർന്നു. എന്നെ കണ്ടപ്പോൾ തത്തകൾ കൂട്ടം കൂട്ടമായി കലപില ശബ്ദം കൂട്ടുന്നത് ഞാൻ കേട്ടു. പിന്നീട് വന്നത് എമു എന്ന പക്ഷിയെ കാണാനായിരുന്നു. എമു വളരെ സാവധാനം നടന്നു വരുന്നതും അവരോട് വെള്ളം കുടിക്കുന്നതും എനിക്ക് കാണാമായിരുന്നു. ഞാൻ അവയെല്ലാം വളരെ കൗതുകത്തോടു കൂടിയാണ് നോക്കി നിന്നത്. കാരണം ഇത്രയും വലിയ പക്ഷികൾ വെള്ളം കുടിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. എന്നെ കണ്ടപ്പോൾ ഒരു എമു എന്നെ ശ്രദ്ധിച്ചു. ഏതാണാവോ ഇത്രയും ഉയരമുള്ള ഒരാൾ എന്നാവോ എന്ന് എനിക്ക് സംശയിച്ചു പോയി. പിന്നീട് ഇവരെല്ലാം ഫോട്ടോഷൂട്ടിന് തയ്യാറായിട്ടാണ് നടക്കുന്നത് എനിക്ക് മനസ്സിലായി. മനുഷ്യന്മാർ മാത്രമല്ല, മൃഗങ്ങളും നമ്മൾ വീഡിയോ കൊണ്ട് ചെല്ലുമ്പോൾ അവർ നമുക്കരികിലേക്ക് വരുന്ന കാഴ്ച ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. ഇവിടെയും വിഭിന്നമായിരുന്നില്ല കാര്യങ്ങൾ. അവർ കൂട്ടത്തുകൂടെ അടുത്തു വരികയും ഞങ്ങളെ ഫോട്ടോ എടുത്തോളൂ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നാൽ മതി എന്ന കണ്ടീഷനിൽ എൻ്റെ അടുത്ത് നിൽക്കുകയും ചെയ്തു. പിന്നീടാണ് അവരുടെ വെള്ളം കുടിക്കുന്ന രംഗം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ ക്രിസ്മസ് വെക്കേഷനിലും മറ്റുള്ള കാര്യങ്ങളിലും നമ്മൾക്ക് ഫാമിലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ അവർക്ക് ഈ പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ പരിചയപ്പെടുത്താൻ നല്ലതാണെന്ന് എന്നോടൊരു കൂട്ടുകാരൻ എൻ്റെ അടുത്ത് സംസാരം മധ്യേ കാര്യങ്ങൾ സംസാരിച്ചു. പ്രാവശ്യം പഴയ പോലെയല്ല, ഒരുപാട് മൃഗങ്ങളും അതുപോലെ തന്നെ ചെടികളും എനിക്കവിടെ കാണുവാൻ കഴിഞ്ഞു. ഒരുപാട് മൃഗങ്ങളെ മറ്റുള്ള നമ്മളുടെ സ്ഥലങ്ങളിലേക്ക് മാറ്റി എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. കൂടുതലായിട്ട് യാത്രാ വിവരണം ഞാൻ നൽകുന്നില്ല. കാരണം ഞാൻ പേട്ടയിൽ നിന്നും വണ്ടിയുടെ ഉള്ളിൽ നിന്നാണ് യാത്രാ വിവരണം നൽകുന്നത്. ബസ് കയറാൻ നിൽക്കുന്ന ആളുകളൊക്കെ എന്നെ സംശയദൃഷ്ടിയോടുകൂടി നോക്കുന്നതും ഞാൻ കണ്ടു. കാരണം വണ്ടിയുടെ ചില്ലുകൾ കയറ്റിയിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ ശബ്ദം കൊടുത്തിരുന്നത്. ഇത് പ്രത്യേകം എടുത്തു പറയത്തക്ക കാര്യങ്ങൾ, നടക്കുന്ന കാര്യങ്ങൾ, അതുപോലെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ആത്മാർത്ഥതയുമുണ്ട്. ഈ പക്ഷിയും നമ്മളെ ഫോട്ടോ ഷൂട്ടിന് വേണ്ടി അദ്ദേഹം മുകളിലേക്ക് കയറിയിരിക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. ഞാൻ പറയുന്ന ശബ്ദം പതുക്കെ പറയുന്നത് എന്താണെങ്കിൽ ഉറക്കെ സംസാരിച്ച് ആളുകളെ ഭയപ്പെടുത്തണ്ട എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ പോയതൊരു മൂങ്ങയുടെ കൂട്ടിലേക്കാണ്. ഇവിടെ ഒരു പരുന്ത് പോലത്തെ ഒരു പക്ഷി ഇരിക്കുന്നതും കാണാമായിരുന്നു. പിന്നീട് ഞാൻ നടന്ന് എത്തിയത് ഒരുപാട് മൂങ്ങകൾ നമ്മെ നോക്കി ഇരിക്കുന്ന കാഴ്ചയാണ്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് മൂങ്ങകൾക്ക് രാത്രിയിൽ മാത്രമേ കണ്ണുകൾ കാണുകയുള്ളൂ. അതുകൊണ്ട് എന്നെ നോക്കുകയല്ല, അവർക്ക് കണ്ണ് കാണില്ല എന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ വീണ്ടും യാത്ര തുടരുക തന്നെയാണ്. കാരണം ഒരു സ്ഥലത്ത് നിശ്ചലമായി നിൽക്കരുത് എന്ന് തന്നെയാണ്. പിന്നീട് നമ്മുടെ സമയങ്ങളുടെ വില അത് വളരെ വിലപ്പെട്ടതാണ്. ഓരോ മൊമെൻറ്റും
ഓരോ സെക്കൻഡ്സും ഓരോ മിനിറ്റ്സും ഓരോ ഹവേഴ്സും വളരെ വിലപ്പെട്ടതാണെന്ന് ഞാൻ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ പങ്കുവച്ചിട്ടുള്ളതാണ്. കാണാൻ നല്ല ഭംഗിയുള്ളതും പിന്നെ മഴ കിട്ടിയതുമായിട്ടുള്ള സ്ഥലങ്ങളിലൂടെയുള്ള യാത്രകൾ. എനിക്ക് സന്തോഷ് കുളങ്ങരയുടെ ചില യാത്രാ വിവരണങ്ങൾ ഓർമ്മ വന്നു. നമ്മൾ കളിയാക്കാറുള്ള കുറുക്കന്മാരാണ് ഈ നടക്കുന്നത്, അതിലും വലിയ കുറുക്കന്മാരാണ് പുറമേ ഉള്ളവർ എന്ന് കുറുക്കന്മാർക്കറിയില്ലല്ലോ. കുറുക്കന്മാരുടെ കൗശലങ്ങളാണ് പണ്ട് കേട്ടിട്ടുള്ള എല്ലാ കഥകളിലും നമ്മൾ ഈ കുറുക്കന്മാർ അവർ ഇങ്ങനെ റൗണ്ട് ചെയ്യുകയാണ്. പിന്നീട് എന്നെ അതിശയപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു കാര്യം മുള്ളൻ പന്നിയെ ആയിരുന്നു. ഈ മുള്ളൻ പന്നികൾ വളരെയധികം ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് അവർ വളരെയധികം തടിച്ചു കൊഴുത്തതായിട്ട് എനിക്ക് കാണുവാൻ കഴിഞ്ഞു. കാരണം എന്തെങ്കിൽ മുള്ളൻ പന്നികൾ നമ്മൾ നാട്ടിൽ കാണുന്നത് പോലെയല്ല, ഇവർക്ക് ഭക്ഷണങ്ങളൊക്കെ കിട്ടി ഇവർ വളരെയധികം സന്തുഷ്ടരായിട്ട് ജീവിക്കുന്നത് കാണാൻ കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു ആനന്ദം ഫീൽ ചെയ്തു. അവർ പച്ചക്കറികളും മറ്റുമാണ് കഴിക്കുന്നത് എനിക്ക് കാണുവാൻ കഴിഞ്ഞത്. പൊതുവെ നാട്ടിൽ കാണുന്ന മുള്ളൻ പന്നികളെക്കാൾ ഇവരുടെ മുകളിലുള്ള മുള്ളുകൾ വളരെ കുറവായിട്ട് എനിക്ക് തോന്നിച്ചു. എങ്കിലും അവർ ഒന്ന് ശരിക്ക് നടക്കുന്നത് കാണാൻ തന്നെ ഒരു ആർഭാടത്വം തോന്നിപ്പിച്ചു. ശത്രു ജീവികളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി സ്വന്തം മുള്ളുകൾ അവർ മറ്റുള്ളവരിലേക്ക് പ്രവഹിക്കുക എന്നുള്ളൊരു കാര്യമൊക്കെയാണ് അവർ ചെയ്യുന്നത്. അതായത് എല്ലാ ജീവികൾക്കും കാട്ടിലായാലും നാട്ടിലായാലും ജീവിക്കണം എന്ന് പറഞ്ഞതുപോലെ മുള്ളൻ പന്നികൾക്കും ഓരോ ജീവികൾക്കും, അപ്പോൾ നമ്മൾ തമാശയ്ക്ക് പറയുന്നത് പോലെ അമീബ ഇരപിടിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സൂത്രത്തിൽ കൂടിയാണ് ഇരപിടിക്കുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഓരോ ജീവികളും. മനുഷ്യനൊഴികെ മറ്റുള്ള ജീവികളൊക്കെ ഇരപിടിക്കുന്നത് പലതരത്തിലുള്ള കെണികളും അതുപോലെ തന്നെ അവരുടെ സൂത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ്. ഇവരുടെ മുള്ളുകൾ പലപ്പോഴും അവരുടെ സഹായത്തിനും കൂട്ടുനിൽക്കുന്ന ഒന്നാണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു കൊണ്ടേയിരുന്നു. കാരണം ഒരു കാഴ്ചയുടെ ബംഗ്ലാവ് തന്നെ അവിടെ സൃഷ്ടിച്ചു എന്നത് വളരെ മനോഹരമായ ഒരു കാര്യമാണ്. നമ്മുടെ ബംഗ്ലാവ് വീണ്ടും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നുണ്ട്. ഇതിലും കുറച്ചും കൂടിയും നല്ല രീതിയിൽ അവിടെ കാണാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഞാനും. ഒരാൾ മാത്രം അവിടെ പല കുഴികളുണ്ടാക്കുകയും എന്നെ കണ്ടപ്പോൾ ആ കുഴിയുടെ വർക്ക് നിർത്തി അദ്ദേഹം ഒന്നും കൂടി ഈ ആളുകളെ ശ്രദ്ധിക്കുന്ന ഒരു രീതിയാണ് എനിക്ക് അവിടെ കാണുവാൻ കഴിഞ്ഞത്. കാരണം അവർ മനുഷ്യരെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ നിർത്തുവാറുണ്ട്. വീണ്ടും യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. നമ്മൾ കാണുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു ഉദ്യാനമാണ്. അവിടെയാണ് മ്യൂസിയം നിലനിൽക്കുന്നത്.